അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വേണ്ട ലോകത്ത് പോലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അക്രമം എന്ന് പറയാനുള്ളത്, അല്ലെങ്കിൽ അനീതി എന്ന് പറയാനുള്ളത് മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. എത്ര മതവിശ്വാസങ്ങളാണ്, എത്ര മതങ്ങളാണ്, എത്ര ആചാരങ്ങളാണ്, എത്ര ദൈവങ്ങളാണ്. യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച 3 മതഗ്രന്ഥത്തിലും ഒരൊറ്റ സൃഷ്ടാവിനെ ആരാധിക്കാൻ പറയുന്നുള്ളൂ, അഥവാ നമ്മൾ ഹൃദയത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെ. എന്നാൽ എത്ര മനുഷ്യർ ഭിന്നിച്ചു പോയിട്ടുണ്ട്. ഈ സത്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും എത്ര പേര് നിഷേധിക്കുന്നുണ്ട്. ഇതിനെ വ്യക്തമായി പറയുന്ന ഒരു അധ്യായം, ഒരു സൂക്തം കാണിച്ചു തരാം. അധ്യായം 27 സൂറ അൻ-നംലിൽ 24, 25, 26 സൂക്തങ്ങളാണ് പറയുന്നത്. ഇവിടെ മരം കൊത്തി സുലൈമാൻ നബിക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്, അഥവാ സൂര്യനെ ആരാധിക്കുന്ന ഒരു ജനതയെ പറ്റിയിട്ട്. അവളും അവളുടെ ജനതയും അള്ളാഹുവിന് പുറമെ സൂര്യന് പ്രണാമം ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടെത്തിയത്. പിശാച് അവർക്ക് തങ്ങളുടെ പ്രവർത്തനം ഭംഗിയായി തോന്നിക്കുകയും ചെയ്തിരിക്കുന്നു, അതിനാൽ അവർ നേർവഴി പ്രാപിക്കുകയില്ല. അപ്പം പിശാച് എന്ത് ചെയ്തു? യഥാർത്ഥ സൃഷ്ടാവിൽ നിന്നും അവരെ തെറ്റിച്ചിട്ട് സൂര്യനെ ആരാധിക്കാനാണ് അവർക്ക് പ്രോത്സാഹനം കൊടുത്തത്. ആകാശങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്നതും പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുകയും അറിയുന്നതും ചെയ്യുന്നവനായ അള്ളാഹുവിനെ അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് അങ്ങനെ ചെയ്യുന്നു. അപ്പം നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാണ്? നമ്മളെ ഹൃദയത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഒക്കെ ഒളിഞ്ഞു കിടക്കുന്നതും പുറത്ത് കൊണ്ടുവരുന്നതും, നമ്മളെ ഹൃദയത്തിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ, നമ്മൾ ഹൃദയം കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെ ആരാധിക്കാനാണ് നമ്മോട് പറയുന്നത്. അതിൽ നിന്നും തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പിശാച് മറ്റുള്ളവയെ പ്രേരിപ്പിക്കുന്നതെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിശാച് അങ്ങനെ ചെയ്യുന്നു. മഹത്തായ സിംഹാസനത്തിന്റെ നാഥനായ അള്ളാഹു അല്ലാതെ യാതൊരു ദൈവവുമില്ല. മാഷാ അല്ലാഹ്, സുബ്ഹാൻ അല്ലാഹ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? മഹത്തായ സിംഹാസനത്തിന്റെ നാഥനോടാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്.